തണൽ ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കാലടി ശ്രീമൂല നഗരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഗ്രാൻഡ്മാ ഹോം ഒക്ടോബർ 18-ന് വ്യവസായ നിയമമന്ത്രി പി രാജീവ് നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ. അനാഥർ, ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, തെരുവിൽ ഒറ്റപ്പെട്ടവർ എന്നിവർക്കുള്ള സമഗ്ര സാന്ത്വന സമുച്ചയമാണ് ഗ്രാൻഡ്മാ ഹോം. ശ്രീമൂലനഗരം കാക്കനാട്ടിൽ റോഡിൽ നിരവധി അഭ്യുദയകാംക്ഷികളുടെ സഹായ സഹകരണത്തോടെയാണ് ഗ്രാൻഡ്മാ ഹോമിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ് എന്നാണ് നമ്മൾ അതിന് പേരിടുന്നത്. നമ്മളൊരു കാലഘട്ടത്തിലേക്ക് ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറയും. നമ്മൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയല്ല, വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിനുള്ളത്. ഇത് നമ്മുടെ അതിഥികളാണ്. അതിഥികളെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 35 പേര് ഇവിടെ അതിഥികളായിട്ട് നമ്മുടെ ഇന്നലെ മുതൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. 128 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് സർക്കാരിൻ്റെ നിയമപ്രകാരമുള്ള സ്പേസ് ഉപയോഗപ്പെടുത്തിയാൽ ആ സ്പേസ് കണക്കാക്കിയാൽ 128 പേരെ അഡ്മിറ്റ് ചെയ്യാവുന്ന സംവിധാനം ഇപ്പോൾ ഈ ബിൽഡിങ്ങിലുണ്ട്. അതിനോടനുബന്ധമായി മറ്റെല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 18 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് തണൽ ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ വ്യവസായ നിയമമന്ത്രി പി രാജീവ് ഗ്രാൻഡ്മാ ഹോമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. MP അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തും. തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ്, MP മാരായ ബെന്നി ബെഹനാൻ, ജെബി മേത്തർ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, MLA മാരായ അൻവർ സാദത്ത്, ശ്രീനിജൻ, റോജി M. ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അനാഥർ, ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, തെരുവിൽ ഒറ്റപ്പെട്ടവർ എന്നിവർക്കുള്ള സമഗ്ര സാന്ത്വന സമുച്ചയമാണ് ഗ്രാൻഡ്മാ ഹോം. ചെയർമാൻ അബ്ദുൽ കരീം, കൺവീനർ PI സമദ്, സ്വാഗത സംഘം ചെയർമാൻ TS അമീർ, ട്രഷറർ KS ഷാജഹാൻ, കമ്മിറ്റി അംഗങ്ങളായ റോയൽ റഫി, PM സിറാജ്, അബ്ദുൽ സലാം, ഇബ്രാഹിം കുട്ടി ചാലക്കൽ, സഗീർ പെരിങ്ങാട്ട്, OP മൊയ്തീൻ, ഷൌക്കത്ത്, അബുലൈസ്, PM മായിൻകുട്ടി, അബ്ദുൾ റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമൂഹത്തിലെ ഉന്നതർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെ അമ്മമാരെ എങ്ങനെയാണ് നോക്കുന്നത്, ആ ഒരു ഫെസിലിറ്റീസിൽ ഇവിടെ കൊണ്ടു നടത്തുന്നത്. അവർ ഇനിയുള്ള കാലം വളരെ സന്തോഷത്തോടുകൂടി നമ്മളെല്ലാ ആധുനിക സൗകര്യങ്ങളും ഉപയോഗിച്ച് വളരെ വൃത്തിയായി നീറ്റായി അവരെ ജീവിപ്പിക്കുക. അതാണ് നമ്മൾ ലക്ഷ്യമുള്ളത്. പിന്നെ എങ്ങനെയെങ്കിലും ഭക്ഷണം കൊടുത്ത് അവരെ ഇനിയുള്ള കാലം കൊണ്ടുപോകാവുന്നതല്ല, സമൂഹത്തിലെ ഉന്നതർ ജീവിക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ അവരെയും കൊണ്ടുപോകും. നമ്മളൊക്കെ എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നത് ആ ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്യൂറോ കാലടി. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.